ഹലോ, അസ്സലാമു അലൈക്കും. ഇതൊക്കെ കഴിഞ്ഞതല്ലേ, മക്കളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ള ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇവർക്കൊക്കെ ഈ കാണിക്കുന്നത്. ഈ ചെറിയ കുട്ടൂസിനൊന്നും മനസ്സിലായില്ല എന്തായി കാണുന്നതെന്ന്. ബീച്ചിലെത്തിയ പിന്നെ പറയണ്ടല്ലോ, ഓടുന്നു, ചാടുന്നു, എഴുതുന്നു. അവർ എഴുതിയത് തിരമാല വന്ന് മായ്ക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അതിനെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ് അവർ. വെള്ളത്തിലേക്ക് ഇറങ്ങിയ മുതൽ പിന്നെ അവർക്ക് കരയിലേക്ക് പോകേണ്ട ഒരു ചിന്തയുണ്ടായില്ല. പിന്നെ ഒന്നും പറയാനില്ല. ഓടലും ചാടലും വെള്ളത്തിൽ മുങ്ങലും ഇരിക്കലും. കുറച്ച് ദൂരേക്ക് വരെ വലിയ ആഴമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരേക്ക് വരെ കുട്ടികൾക്കൊക്കെ അത്രയും കുറച്ച് വെള്ളം കാണുന്നത്. സാധാരണ രീതിയിൽ ആ ഒരു ദൂരത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു ആഴം, അത്യാവശ്യം ആഴം കാണാറുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ചെറിയ കുറച്ച് മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കുട്ടികളൊക്കെ അവിടെ കുറച്ച് ദൂരം പോയി. അവർക്ക് ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് അത്രയും ദൂരത്തേക്ക് പോയി അവിടെ കളിക്കുന്നത്. തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു. ആർക്കും വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. കുറച്ച് കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാരണങ്ങളുണ്ടാക്കി വീണ്ടും വീണ്ടും അവിടേക്ക് പോവുകയാണ്. നമ്മുടെ റസൽ മോന് തീരെ ഇഷ്ടമുണ്ടായിട്ടേ വരാം. വീണ്ടും പോകാം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കണ്ടില്ലേ. വീണ്ടും വെള്ളത്തിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. അവനക്ക് നല്ലോണം ഇഷ്ടമായി. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയ ശേഷം വീണ്ടും പോകാം, എന്നെ അങ്ങോട്ട് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളം തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്